Myself Saichal, CEO Aced Consultants and Aced Academy. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് രജിസ്ട്രേഷനെ കുറിച്ചാണ്. ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ആദ്യം വരുന്ന സംശയം എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് എൻറ്റിറ്റി ആണ് ബെസ്റ്റ്, എന്തെല്ലാം രജിസ്ട്രേഷൻസ് ആണ് എടുക്കേണ്ടത് എന്നുള്ള സംശയമായിരിക്കും. പലപ്പോഴും നമ്മുടെ ഏസ്ഡ് കൺസൾട്ടൻസിൽ പലരും വന്നിട്ട് പറയാറുണ്ട്, അവർ ഇതിനെ കുറിച്ചൊരു പ്രോപ്പർ ധാരണ ഇല്ലാണ്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടും LLP ആയിട്ടും എല്ലാം രജിസ്റ്റർ ചെയ്തതിന് ശേഷം പിന്നീട് ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് എൻറ്റിറ്റി ആണ് എടുക്കുന്നത്, അതിന്റെ എല്ലാ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആ ഒരു ബിസിനസ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രജിസ്ട്രേഷൻ എടുക്കാൻ പാടുള്ളൂ. ഇവിടെ നമുക്ക് ഓപ്ഷൻ, ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. പ്രൊപ്പറേറ്റർഷിപ്പ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം, പാർട്ണർഷിപ്പ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം, LLP അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. 1% കമ്പനി ഉണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ട്, പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ട്രസ്റ്റ്, ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മുടെ ബിസിനസിന്റെ ഫീച്ചേഴ്സ് എല്ലാം നോക്കി അതിന് ഏതാണോ ബെസ്റ്റ് അതായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. റൈറ്റ്? സോ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്. ആർക്കാണ് പ്രൊപ്പറേറ്റർഷിപ്പ് ബെനിഫിറ്റ് എന്ന് നോക്കാം. ബേസിക്കലി നിങ്ങളുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്നുള്ളതാണ് നിങ്ങളുടെ തീരുമാനം. അല്ല, നിങ്ങൾക്ക് അത് വലിയ ഒരു സ്കെയിലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഇല്ല. സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്. ആ ബിസിനസ് തുടങ്ങാനുള്ള ഫണ്ട് നിങ്ങളുടെ അടുത്തുണ്ട്, പുറത്തേന്നുള്ള ഫണ്ടിന്റെ ആവശ്യമില്ല. ഇല്ല, നീ എടുക്കുകയാണെങ്കിൽ ഫണ്ട് വേണമെങ്കിൽ തന്നെ ലോൺസ്, അഡ്വാൻസ്, സംതിങ് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്. ഈ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻസ് ഒന്നും തന്നെ വേണ്ട. പ്രൊപ്പറേറ്റർഷിപ്പിന് എന്ത് രജിസ്ട്രേഷൻസ് ആണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോക്കൽ അതോറിറ്റി രജിസ്ട്രേഷൻസ് മതി. ലൈക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അവിടെ നിന്നുള്ള രജിസ്ട്രേഷൻസ് മതി. കൂടാതെ നമുക്ക് ഉദ്യം രജിസ്ട്രേഷൻ എടുക്കാം. മുന്നേ അത് ഉദ്യോഗ ആധാറായിരുന്നു. സ്മോൾ മീഡിയം എന്റർപ്രൈസസിനുള്ള രജിസ്ട്രേഷൻ ആണ് ഉദ്യം രജിസ്ട്രേഷൻ. ഈ ഉദ്യം രജിസ്ട്രേഷൻ ചെയ്തത് കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ലൈക്ക് നമ്മൾ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ഉദ്യ രജിസ്ട്രേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീസിൽ നല്ലൊരു ഇളവ് ലഭിക്കും. അതേപോലെ തന്നെ പല സബ്സിഡി, ഗ്രാൻസ്, ഇതിനെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെയെല്ലാം ഉദ്യം രജിസ്ട്രേഷൻ ചോദിക്കുന്നുണ്ട്. കൂടാതെ ഉദ്യം രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് കിട്ടാനുള്ള സിറ്റുവേഷനിൽ നമുക്ക് അവർക്ക് ഇൻട്രസ്റ്റ് കൂടെ ചാർജ് ചെയ്യാൻ പറ്റും. റൈറ്റ്? ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉദ്യ രജിസ്ട്രേഷൻ എടുത്തത്. വളരെ സിമ്പിൾ ആണ് ഉദ്യ രജിസ്ട്രേഷൻ എടുക്കാൻ. കൺസൾട്ടൻസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു മിനിമം ഫീ മാത്രം കൊടുത്താൽ മതി. അതിന്റെ പ്രൊപ്പറേറ്റർഷിപ്പ് ആകുമ്പോൾ അതിന്റെ മുഴുവൻ കൺട്രോളും നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കും. നമുക്ക് ആർക്കും ഇതിന്റെ കൺട്രോൾ ഷെയർ ചെയ്യേണ്ടതില്ല. അതേപോലെ തന്നെ ടാക്സിൽ ഇൻകം ടാക്സ് പേ ചെയ്യുമ്പോൾ നമുക്ക് ബേസിക് എക്സംഷൻ ലിമിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ പ്രൊപ്പറേറ്റർഷിപ്പ് രജിസ്റ്റർ ചെയ്തു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ പ്രോഫിറ്റ് 7 lakh rupees, ആസ് ഓഫ് നൗ 7 lakh rupees വരെയാണ് നമ്മുടെ ഇൻകം എന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് ഒന്നും അടക്കേണ്ടതില്ല. ബട്ട് പ്രൊപ്പറേറ്റർഷിപ്പ് അല്ല, പാർട്ണർഷിപ്പോ അല്ലെങ്കിൽ LLP കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു ബേസിക് എക്സംഷൻ ലിമിറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ആണ് ഈ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. പ്രശ്നങ്ങൾ എന്നല്ല, അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്. ഒന്ന് അൺലിമിറ്റഡ് ലാബിലിറ്റി ആണ്. അൺലിമിറ്റഡ് ലാബിലിറ്റി എന്ന് പറയുന്നത് ബിസിനസ്സിന് ലോസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ അസറ്റ് കൂടെ അതിന് ലാബിലായിരിക്കും. പേഴ്സണൽ ബിസിനസിന്റെ ലോസ് മേക്ക് ഓവർ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ അസറ്റ് വിറ്റിട്ടാണെങ്കിലും നമ്മൾ കൊണ്ടുവരേണ്ടി വരും. നമ്മുടെ പേഴ്സണൽ അസറ്റ് ഈ ഒരു ബിസിനസ്സിന് ലാബിൾ ആയിരിക്കും. അതേപോലെ തന്നെ നമുക്കൊരു ലെവലിലധികം ഗ്രോ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആണ്. റൈറ്റ്? ഇതെല്ലാമാണ് ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ദെൻ എന്താണ് അതിന്റെ ബെനിഫിറ്റ്, എന്തെല്ലാമാണ് അതുകൊണ്ടുള്ള
ഡിസഡ്വാൻറ്റേജ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പ് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, വളരെ ഈസിയാണ് ഫോം ചെയ്തെടുക്കാൻ. രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ 5,000 റുപ്പീസിന്റെ ഒരു സ്റ്റാമ്പ് പേപ്പർ വേണം. അതിന് നമ്മുടെ പാർട്ണേഴ്സ് തമ്മിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തെല്ലാമാണോ അതെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇനി ഈ പാർട്ണർഷിപ്പ് ഫേം നമുക്ക് രജിസ്റ്റർ ചെയ്യണം. അത് കമ്പൽസറി അല്ല, ഫേം രജിസ്ട്രേഷൻ കമ്പൽസറി അല്ല. ബട്ട് നമുക്ക് ഒന്നും കൂടി ലീഗലി വാലിഡ് ആവാനും വേണ്ടി ഫേം രജിസ്ട്രേഷൻ ചെയ്യലാണ്. അത് തന്നെ നമ്മൾ എവിടെ ചെയ്യേണ്ടത്? രജിസ്ട്രാർ ഓഫ് ഫേംസ് ഉണ്ട്, അവിടെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി പാർട്ണർഷിപ്പ് ഫേമായിട്ട് രജിസ്റ്റർ ചെയ്താൽ എന്താണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്? ഒന്നാമത്തെ കാര്യം, പാർട്ണേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാം ഐഡിയാസ്, അവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് റിസോഴ്സസ് കമ്പൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യാനും കൂടെ പറ്റും. ഇനി എന്താണ് പാർട്ണർഷിപ്പിനുള്ള ഡീമെറിറ്റ്സ് കൂടെ നോക്കാം. ഒന്ന്, പാർട്ണേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. ലൈക്ക് സപ്പോസ് ഇപ്പൊ ഞാനൊരു പാർട്ണർഷിപ്പ് ഫേമിൽ പാർട്ണർ ആണ് എന്നുണ്ടെങ്കിൽ ആ ഫേമിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം ഞാൻ എന്റെ പേഴ്സണൽ അസറ്റ്സ് വിറ്റിട്ട് വരെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. എന്റെ പേഴ്സണൽ അസറ്റ്സ് വരെ ലയബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ഒരു പാർട്ണർ എന്ത് ചെയ്തു കഴിഞ്ഞാലും മറ്റുള്ള പാർട്ട്നേഴ്സ് കൂടെ അതിന് ലയബിൾ ആയിരിക്കും. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പാർട്ണർഷിപ്പിൽ കോൺഫ്ലിക്റ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, അല്ലെ? അത് നമ്മുടെ ഫ്യൂച്ചറിലുള്ള സസ്റ്റൈനബിലിറ്റിയെ കൂടെ ബാധിക്കും. നമ്മൾ നാട്ടിലൊക്കെ പറയാറുണ്ട്, ഒരേ വൈബിലുള്ള പാർട്ട്നേഴ്സ് മാത്രം ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ മാത്രമേ അതിന് ഗ്രോത്ത് പൊട്ടൻഷ്യലും അതേപോലെ തന്നെ ഒരു ഗോയിങ് കൺസേണും കൂടെ ഉണ്ടാവുകയുള്ളൂ. അതിന് ഒരു പാർട്ണറിന് എന്തെങ്കിലും ഡെത്ത് അല്ലെങ്കിൽ അയാൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ആ പാർട്ണർഷിപ്പിന്റെ കണ്ടിന്യൂവേഷനെ അത് ബാധിക്കും. ഇതെല്ലാമാണ് ഒരു പാർട്ണർഷിപ്പ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സ് ആൻഡ് അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പിന്നീട് നമുക്കുള്ള ഒരു ഓപ്ഷനാണ് LLP ആക്ട് തന്നെ വന്നിട്ടുള്ളത് 2008 ഓക്കെ. അതിനു മുന്നേ ഉണ്ടായിരുന്നത് ഒന്നുകിൽ പാർട്ണർഷിപ്പ്, രണ്ടിലധികം ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ കമ്പനി എന്നുള്ളതായിരുന്നു. ഓക്കെ, LLP ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്താണ് കമ്പനി നോക്കാം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പ്രത്യേകത എന്താന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. പാർട്ണേഴ്സിന് നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് പറയാം. ഈ ഷെയർ ഹോൾഡേഴ്സ് എത്രയാണോ അവരുടെ ക്യാപിറ്റൽ മാക്സിമം അത്ര മാത്രമേ അവർക്ക് ലാബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. ബിസിനസ്സിന് എത്ര ലോസ് വന്നു കഴിഞ്ഞാലും അവരുടെ പേഴ്സണൽ അസറ്റ്സ് ഒരിക്കലും കമ്പനിയുടെ ലാബിലിറ്റിക്ക് ബാധ്യത ഉണ്ടായിരിക്കില്ല. ലൈക്ക് ഞാനൊരു കമ്പനിയിൽ ഷെയർ ഹോൾഡർ ആണ്. ഓക്കെ, കമ്പനിയിൽ വലിയ കോടികളെ ലോസ് ഉണ്ടായി എന്ന് തന്നെ വെക്കാം. പക്ഷെ എന്റെ പേഴ്സണൽ അസറ്റ്സ് ഞാൻ ഒരിക്കലും എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ ലാബിലിറ്റി കോമ്പൻസേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കുള്ള പോലെ തന്നെ കമ്പനിയും ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി കമ്പനി ആയി കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ എല്ലാം റേസ് ചെയ്യാൻ വളരെ ഈസിയാണ്. വെഞ്ചർ ക്യാപിറ്റലിന്റെ അടുത്ത് നിന്ന് ബാക്കിയുള്ള അടുത്ത് നിന്നൊക്കെ നമുക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ ഈസിയാണ്. പിന്നെ പബ്ലിക്കിന്റെ ഇടയിലും നമ്മളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്രെഡിബിലിറ്റി കിട്ടും. അവർക്ക് ഒന്നും കൂടെ വിശ്വാസം വരാനും വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. പക്ഷെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് പ്രശ്നങ്ങളല്ല മീൻസ് അതിനൊരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റെഗുലേറ്ററി കംപ്ലയൻസസ്, സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസസ് വളരെ അധികമാണ്. ലൈക്ക് അതിന് ആനുവൽ ജനറൽ മീറ്റിംഗ് ഉണ്ടായിരിക്കണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം, ഒരു AOA ഉണ്ടായിരിക്കണം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ടായിരിക്കണം, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ടായിരിക്കണം, കമ്പനീസ് ആക്ടിലെ പ്രൊവിഷൻസ് എല്ലാം അപ്ലൈ ചെയ്യണം. ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട്. ആ കമ്പനീസ് ആക്ട് പ്രകാരം മാത്രമേ ഒരു കമ്പനിക്ക് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അതേപോലെ തന്നെ കമ്പനി രജിസ്റ്റർ ചെയ്യാന്നുണ്ടെങ്കിൽ ഫോർമാലിറ്റീസ് മറ്റുള്ള ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പനിക്ക് ഫോർമാലിറ്റീസ് വളരെ കൂടുതലാണ്. ഓക്കെ, കോസ്റ്റ്ലി കൂടെയാണ്. റൈറ്റ്, ഇതാണ് ഒരു പാർട്ണർഷിപ്പ്
പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ബെനിഫിറ്റ്സ് ആൻഡ് അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി ഈ രണ്ട് ഓപ്ഷൻ ആയിരുന്നു മുന്നുണ്ടായിരുന്നത്, എന്തെങ്കിലും പാർട്ണർഷിപ്പ് അല്ല എന്നുണ്ടെങ്കിൽ കമ്പനി. ഗവൺമെന്റ് ഈ ഒരു കമ്പനിയിലെ ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്ന് പറയുന്നത്, കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ടുള്ള ഏറ്റവും നല്ല ബെനിഫിറ്റ്, അട്രാക്റ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ ലിമിറ്റഡ് ലാബിലിറ്റി എന്നുള്ളതാണ്. പാർട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ ഫ്ലെക്സിബിലിറ്റി ആണ്. അവർക്ക് എങ്ങനെ വേണമെങ്കിലും കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാം, ജസ്റ്റ് ഒരു അഗ്രിമെന്റിൽ പറഞ്ഞാൽ മതി. ഈ രണ്ട് ബെനിഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എൻറ്റിറ്റി കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ LLP ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലെ പാർട്ട്നേഴ്സിന്റെ ലാബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. അതേപോലെ തന്നെ അവർ എങ്ങനെ പ്രവർത്തിക്കണം, അവർ തമ്മിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ്, LLPയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിയതിന് ശേഷം ഒരു സ്റ്റാമ്പ് പേപ്പറിൽ അവരുടെ ഒരു അഗ്രിമെന്റ്, LLP അഗ്രിമെന്റ് പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പോൾ അതിൽ പറയാം ഏതൊക്കെ പാർട്ട്നേഴ്സിനാണ് മാനേജ്മെന്റിൽ ഇൻവോൾവ് ആവാനുള്ള റൈറ്റ്, എങ്ങനെയാണ് അവർ തമ്മിലുള്ള ഡീലിംഗ് എല്ലാം ഈ ഒരു അഗ്രിമെന്റിൽ പറഞ്ഞത് പ്രകാരം ചെയ്യാൻ പറ്റും. ഫ്ലെക്സിബിൾ ആണ്, മോർ ഫ്ലെക്സിബിൾ ആണ്. അതേപോലെ തന്നെ ഒരു ലീഗൽ റെക്കഗ്നിഷനും കൂടെ കിട്ടുന്നതായിരിക്കും. ഇനി പാർട്ണർഷിപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ LLPയിൽ കുറച്ചുകൂടെ ലീഗൽ റിക്വയർമെന്റ്സ് ഉണ്ട്. ഫോം 11, ഫോം 8 എല്ലാം പറഞ്ഞിട്ടുള്ള 2 ഫോം ആനുവലി ചെയ്യണം. പിന്നെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ മാത്രമേ ഓഡിറ്റ് ചെയ്താൽ മതി. പക്ഷെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് ഒന്നും നടന്നിട്ടില്ലെങ്കിലും ഓഡിറ്റ് ചെയ്ത് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഒരുപാട് ഫോംസ് MCAയിൽ അപ്ലോഡ് ചെയ്യും വേണം. പക്ഷെ LLPയെ സംബന്ധിച്ച് നോക്കുമ്പോൾ, അതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റിക്വയർമെന്റ്, ലീഗൽ റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ഈസ് വെരി ലോ. ഓക്കെ, ഇനി LLPക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LLPയിൽ നമുക്ക് കൂടുതൽ ഫണ്ട് വേണം. പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവരാനുള്ള പ്ലാൻ ആണ് എന്നുണ്ടെങ്കിൽ, എല്ലാ വെർച്വൽ ക്യാപിറ്റൽ എല്ലാം നമ്മൾ ബിസിനസ്സിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ LLP ഈസ് നോട്ട് എ ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഡിസ്കസ് ചെയ്തു, ദെൻ പാർട്ണർഷിപ്പ് ഡിസ്കസ് ചെയ്തു, LLP ഡിസ്കസ് ചെയ്തു, ദെൻ കമ്പനി, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഡിസ്കസ് ചെയ്തു. ഇന്ന് വളരെയധികം ആളുകൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഫോം ഓഫ് എൻറ്റിറ്റി ആണ് LLP എന്ന് പറയുന്നത്. ബേസിക്കലി ഈ ലീഗൽ റിക്വയർമെന്റ്സ് കുറക്കാൻ വേണ്ടിയിട്ടാണ് LLPയിൽ രജിസ്റ്റർ ചെയ്യുന്നത്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ തന്നെ വേറൊരു സബ് ഫോം ആണ് 1% കമ്പനി എന്ന് പറയുന്നത്. ഈ 1% കമ്പനിയിൽ ഒറ്റ മെമ്പർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ആ മെമ്പറുടെ ലാബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു 1% കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ മാത്രമേ മെമ്പർ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. അതിന്റെ കൂടെ ഞാനൊരു നോമിനിയെ കൂടെ ആഡ് ചെയ്യണം. കമ്പൽസറി ആയിട്ട് എനിക്കൊരു നോമിനിയെ കൂടെ അതിൽ കാണിക്കണം. ഓക്കെ, ഇതും ലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും. പ്രൊപ്പറേറ്റർഷിപ്പിലും ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, 1% കമ്പനിയിലും ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബട്ട് പ്രൊപ്പറേറ്റർഷിപ്പില് അതിന്റെ പ്രൊപ്പറേറ്ററുടെ ലാബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ബട്ട് 1% കമ്പനിയില് അയാളുടെ ലാബിലിറ്റി, ആ 1% ലാബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഫോർമേഷൻ ആണ് 1% കമ്പനിക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, ഈ പ്രൊപ്പറേറ്റർഷിപ്പും 1% കമ്പനിയും നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൺസ് ഈ പ്രൊപ്പറേറ്റർ മരിച്ചു പോവുകയെ സംതിങ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് പിന്നീട് എന്തില്ല, കണ്ടിന്യൂഷൻ ഇല്ല. ബട്ട് നമ്മള് 1% കമ്പനി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബിസിനസ് കണ്ടിന്യൂ ചെയ്യും. അതെങ്ങനെ കണ്ടിന്യൂ ചെയ്യാം? അതിനാണ് നമ്മൾ നോമിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ പേര് കൊടുക്കുന്നത്, രജിസ്ട്രേഷൻ ടൈമിൽ തന്നെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ മാനേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആണ്. ബട്ട് 1% കമ്പനിയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന്റെ ഗ്രോത്ത് ലിമിറ്റഡ് ആയിരിക്കും. ദെൻ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ നമുക്കറിയാം, അതിന് പ്രത്യേകിച്ച് വലിയ രജിസ്ട്രേഷന്റെ ആവശ്യം, ലീഗൽ കംപ്ലയൻസിന്റെ ആവശ്യമൊന്നുമില്ല അല്ലെ. ബട്ട് 1% കമ്പനി ആണെന്നുണ്ടെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലീഗൽ റിക്വയർമെന്റ്സ് കാര്യങ്ങൾ ഉണ്ട്. ഓക്കെ, 1 ഓണർ മാത്രമേ ലിമിറ്റേഷൻ ആണ്. ദെൻ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ആണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി.
പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത് നമ്മൾ പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് ഫണ്ട് ബിസിനസ്സിലോട്ട് വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മാത്രമേ പറ്റുള്ളൂ? പബ്ലിക് ലിമിറ്റഡ് കമ്പനി മാത്രമേ പറ്റുള്ളൂ. നമുക്ക് കൂടുതൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വേണ്ട ബിസിനസ്, നമുക്ക് അതിന് വലിയൊരു സ്കോപ്പ് നമ്മൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏതാണ് ബെസ്റ്റ്? പബ്ലിക് ലിമിറ്റഡ് കമ്പനി. അല്ല നമ്മൾ IPO ഒക്കെ എല്ലാം പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഇതിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ മെമ്പേഴ്സിന്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. പബ്ലിക് ലിമിറ്റഡ് ഒക്കെ ആവുമ്പോൾ ജനങ്ങൾക്കുള്ള പൊതുവെ അവരുടെ അവർക്ക് കുറച്ചും കൂടെ ക്രെഡിബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ ബട്ട് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഇത് കൂടുതൽ കോംപ്ലക്സ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് നമ്മൾ കമ്പനീസ് ആക്ടിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ മിക്ക പ്രൊവിഷൻസും അപ്ലിക്കബിൾ ആയിട്ടുള്ളത് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിനാണ്. അതേപോലെ തന്നെ കുറച്ചും കൂടെ കോസ്റ്റ്ലി ആണ് അത് ഫോം ചെയ്യാൻ തന്നെ. ഓക്കെ, സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ആയിരിക്കും MCAയുടെ ഭാഗത്ത് നിന്ന് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലോട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തു, പ്രൊപ്പറേറ്റർഷിപ്പ് ഡിസ്കസ് ചെയ്തു, പാർട്ണർഷിപ്പ് ഡിസ്കസ് ചെയ്തു, ദെൻ LLP ഡിസ്കസ് ചെയ്തു, ദെൻ പബ്ലിക് ലിമിറ്റഡ് കമ്പനി, ദെൻ 1% കമ്പനി എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഒരിക്കലും ഈ ഒരു ഫോം ഓഫ് ബിസിനസ് ആണ് ബെസ്റ്റ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു ബിസിനസിന്റെ സ്കോപ്പ്, അവരുടെ ഐഡിയ, അവർക്ക് എത്രത്തോളം ക്യാപിറ്റൽ വേണം, ദെൻ അവർ എത്രത്തോളം ലാബിലിറ്റി എടുക്കാൻ റെഡിയാണ്, അവർക്ക് പാർട്ട്നേഴ്സിന്റെ ആവശ്യമുണ്ടോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഏത് ഫോമിലായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് ചുമ്മാ LLP ആയിട്ട് അങ്ങോട്ട് രജിസ്റ്റർ ചെയ്യാം, അല്ല കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓക്കെ, ഹോപ്പ് യു എല്ലാവർക്കും ഇതിനെ കുറിച്ചൊരു ഓവറോൾ ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഫർദർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ. നിങ്ങൾക്ക് എന്നെ പേഴ്സണലി വാട്സാപ്പിൽ ബന്ധപ്പെടാം. ഓക്കെ, താങ്ക് യു.